വേറെ ഒരു ഭാഷയിലും നടക്കില്ല. ഈ മലയാള സിനിമയേക്കാൾ 100 ഇരട്ടി പ്രശ്നങ്ങളുണ്ട് മറ്റു ഭാഷാ സിനിമകളിൽ. പക്ഷേ എന്നിട്ടും നമ്മൾ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് മാറ്റം വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന രജനീഷ് പറയുകയാണെങ്കിലും ഇനി മറ്റുള്ളവരാര് പറയുകയാണെങ്കിലും ഞാൻ എന്തുമാത്രം സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രം അറിയാം. അതെനിക്ക് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അന്നും പത്രസമ്മേളനത്തും പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഊരും പേരും അഡ്രസ്സും അറിയാത്ത ഒരു പെണ്ണിന് വേണ്ടി ഞാൻ പത്രസമ്മേളനം നടത്തിയ ഒരാളാണ്. ആരാണെന്ന് പോലും അറിയില്ല, ആണല്ലോ. അപ്പം എനിക്കറിയാം ഞാൻ സ്ത്രീ വിരുദ്ധയാണോ ഇല്ലയോ എന്ന്. എനിക്ക് ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്ത്രീ കൂട്ടായ്മയല്ല, സ്ത്രീ സംഘടന ഇവിടെ ഉണ്ടാവണം. ശക്തമായൊരു സംഘടന ഉണ്ടാകണം. അത് അടിസ്ഥാന വർഗ തൊഴിലാളികൾ മുതൽ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റ്, ക്രൗഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. എത്ര പേർക്ക് അറിയും എന്നറിയില്ല. ഞങ്ങളുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എത്ര പേരുണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? 280-ലധികം മെമ്പേഴ്സുണ്ട്. എത്ര പേർക്കറിയാം? അവർക്ക് സ്റ്റുഡിയോയിൽ അടിസ്ഥാനപരമായിട്ടുള്ള പല അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ഇടക്കാലത്താണ് അതെല്ലാം നമ്മൾ പരിഹരിച്ച് സ്റ്റുഡിയോയിൽ വൃത്തിയുള്ള ബാത്റൂം വേണം. അവർ വന്നു കഴിഞ്ഞാൽ അവരെ വൈകിട്ട് 6 മണിക്ക് മുമ്പ് അവരെ പറഞ്ഞു വിടണം. ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് ഇടപെടാൻ സാധിക്കണം. അങ്ങനെ സാധിക്കും. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ WCC ഫോം ചെയ്തിട്ട് വർഷം എത്രയായി? എത്ര വർഷമായി? 2017 ഫോം ചെയ്തു. പോട്ടെ, 18 എന്ന് വെച്ചോളൂ. 18 ഫോം ചെയ്തു. ഇത്രയും വർഷമായിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയത് സംഘടനാപരമായിട്ട്? ഇന്നും ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ആരെ സമീപിക്കണം എന്നറിയില്ല, ആരോടാണ് സംസാരിക്കേണ്ടതെന്നറിയില്ല. വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ WCC ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് തൽക്കാലത്തേക്ക് അവിടെ നിർത്താം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കോർഡിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ WCC ചെയ്യാനുള്ളത് ചെയ്തു എന്ന് പറഞ്ഞങ്ങനെ ഇല്ല. അല്ല, അങ്ങനെയല്ല. അവർക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്തു. നമുക്ക് വിമർശനങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് ഇല്ല. അവർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സിനിമയിലെ നായികമാരാണ്, അവർ മാർക്കറ്റുള്ള ആർട്ടിസ്റ്റുകളാണ്, അവർ ഇവിടെ കഴിവ് തെളിയിച്ചിട്ടുള്ള നല്ല സ്വാധീനമുള്ള സ്ത്രീകളാണ് ഈ WCC മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇതിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ഒരു തുമ്പേ അവർ പിടിച്ചിട്ടുള്ളൂ. അത് വർഷം ഇത്രയായിട്ടും. തീർച്ചയായിട്ടും ഇനിയും അവർക്ക് സമയമുണ്ട്. ഇവിടെ ഒരു വിപ്ലവം തന്നെ അവർ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ഭാഗമായിരിക്കില്ലെങ്കിൽ കൂടി ഞാൻ അന്ന് അവരെ സപ്പോർട്ട് ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും. അന്ന് അമ്മയെയും സപ്പോർട്ട് ചെയ്യില്ല, ഫെഫ്കയും സപ്പോർട്ട് ചെയ്യില്ല, ആരെയും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അവരുടെ പ്രവൃത്തി അടിസ്ഥാന വർഗ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ആയിരിക്കണം. അതിനു വേണ്ടിയായിരിക്കണം. അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് WCCക്ക് അകത്ത് തന്നെ സംസാരം നടക്കുന്നുണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഇതിൻ്റെ പ്രതികരണങ്ങൾ നടത്തിയതിൽ ലാലേട്ടനാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിച്ചത്. പക്ഷേ ഈ സംസാരത്തിനകത്ത് വരുന്ന ക്ലാരിറ്റി ഇല്ലായ്മ, ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ളൊരു ധാരണയില്ലായ്മ, അത്രയും പവർ പൊസിഷനിൽ നിൽക്കുന്ന എന്ന് നമ്മൾ കരുതുന്ന ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ, ഇല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ അമ്മയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അതിന് സംഘടിത രൂപം വരും. കാരണം അതിന് ചുറ്റും ആൾക്കാർ വന്ന് കൂടും. അതാണ് ആ ഒരു പൊസിഷൻ്റെയും ആ സ്റ്റാർഡത്തിൻ്റെയും ഗുണമെന്ന് പറയുന്നത്. ആ ഗുണം വെച്ചിട്ട് രണ്ടുപേർക്കും പ്രതികരിക്കാവുന്ന സ്ഥലങ്ങളിൽ അത്ര നന്നായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം പൊതുസമൂഹത്തിനുണ്ട്. അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതിനോട് ഞാനും പൂർണ്ണമായും യോജിക്കുന്നു. അവർ വളരെ ശക്തമായിട്ട്, അതായത് അത്രയും സ്വാധീനമുള്ള ഈ മേഖലയെ ഭരിക്കുന്നവരാണ് എന്ന് തന്നെ ഞാൻ പറയും. അവർ വിചാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ വളരെ ഭംഗിയായിട്ട് അവർക്ക് തീർക്കാൻ സാധിക്കുമായിരുന്നു. അത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച തന്നെയാണ്. ഇത് പലപ്പോഴും ഞാൻ പല വിഷയത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അഭിപ്രായം നമുക്ക് ഓരോരുത്തർക്കും സാമൂഹിക വിഷയത്തിൽ ഒരല്പം പ്രതിബദ്ധത വേണം എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാനൊക്കെ ഓരോ ചർച്ചയിൽ പോയിരിക്കുമ്പോൾ പലരും ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇവരെന്തിനാ, അതെന്താ ഈ സമൂഹത്തിൽ നടക്കുന്ന വിഷയത്തിൽ എനിക്ക് സംസാരിച്ചുകൂടാ, ഞാൻ സംസാരിക്കും എന്ന് ഞാൻ പറയുന്ന ഒരാളാണ്. പക്ഷേ അപ്പോൾ പോലും അവരാരും അഭിപ്രായം പറയാറില്ല. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിലാണ്. ഇപ്പോൾ നടിയുടെ വിഷയത്തിൽ പോലും അന്ന് ഞാൻ അവർക്കെതിരെ നിന്ന ഒരാളാണ്. അതേ സംഘടനയ്ക്കെതിരെ ഞാൻ ചാനലുകളിൽ ഘോരഘോരം ഞാൻ സംസാരിച്ച ഒരാളാണ്. അവിടെ എന്തുകൊണ്ടാണ് അവിടെയും ഈ പറയുന്ന നിങ്ങളൊക്കെ അത് പറയുമായിരിക്കും, സ്ത്രീകളെല്ലാവരും മൗനമായിരുന്നു. അതിലുള്ള ഭൂരിഭാഗം സ്ത്രീകളും അവരുടെ ഭാഗത്ത് നിന്നാണ്
അവർ സംസാരിച്ചതും നേരത്തെ പറഞ്ഞ മാതിരി പലതരത്തിലുള്ള കോലും ബഹളവും ഒക്കെ ഉണ്ടാക്കിയതും അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും വിചാരിച്ചിരുന്നെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം കുറേ കൂടി ഭംഗിയായിട്ട് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം അവരുടെ ശബ്ദത്തിന് കുറേ കൂടെ ജനശ്രദ്ധ കിട്ടും, കുറേ കൂടെ ഗൗരവം കിട്ടും. അവർ ശബ്ദിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ നിർമ്മാതാക്കളും തിയേറ്ററും അങ്ങനെയുള്ള പലർക്കും പല മാറ്റങ്ങളും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അത് അവർ രണ്ടുപേരും സംസാരിക്കാതിരുന്നതിൽ എനിക്കും നല്ല പ്രതിഷേധം. ബാക്കിയുള്ളത് ഇപ്പോൾ ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് ആദ്യം വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഉണ്ടാക്കേണ്ട അഭിപ്രായ രൂപീകരണത്തെക്കുറിച്ച് ഇറക്കിയ കുറിപ്പിൽ പറയുന്ന വിഷയത്തിൽ ഒന്നെന്ന് പറയുന്നത്, ഇത് എത്ര പേരാണ് നമ്മുടെ സംഘടനയിൽ നിന്ന് ഹേമ കമ്മിറ്റിയിൽ പോയി സംസാരിച്ചത്, ഈ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്യണം. ഈ വിവരങ്ങൾ കളക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു സംഘടന ഇതിനെക്കുറിച്ച് ആ സമയത്ത് സംസാരിക്കുമ്പോൾ, അതായത് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സംസാരിക്കുമ്പോൾ, ഇത് ആ ഡാറ്റ ഉപയോഗിക്കപ്പെടുന്നത് പിന്നീട് ഈ ഹേമ കമ്മിറ്റിയുടെ ആധികാരികതയോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ദൗർബല്യമോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹേമ കമ്മിറ്റിയുടെ ദൗർബല്യം ചൂണ്ടിക്കാണിക്കുകയാണോ അതേ ശരിക്കും ഈ വിക്ടിംസിനൊപ്പം നിൽക്കേണ്ട നിലപാടുകൾ എടുക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഡാറ്റയും കൂടെ കളക്ട് ചെയ്യുമ്പോൾ ആ ഫോക്കസ് പോയിന്റ് നഷ്ടപ്പെടില്ലേ എന്നാണ്. അല്ല, ഫെഫ്ക വിക്ടിംസിൻ്റെ കൂടെ നിന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വിക്ടിംസിന് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അക്യൂസ്ഡിനെ സപ്പോർട്ട് ചെയ്തും ഒന്നും പറഞ്ഞിട്ടില്ല, നിശബ്ദമായിരുന്നു എന്നതാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന മാതിരി അതിൻ്റെ കമ്മിറ്റിയിലൊരു മെമ്പറാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ മീറ്റിങ്ങിൽ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാൻ സാധിക്കും. ഞാൻ അതിൻ്റെ കമ്മിറ്റിയിലൊന്നും ഞാൻ അംഗമേ അല്ല. ഞാൻ ഇവിടെയുള്ള ഒരുപാട് മെമ്പേഴ്സിൽ ഒരാളായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ മുൻപായിരുന്നു, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു, വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു, അതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്താണ് അതിനുശേഷം ഒരു ജനറൽ ബോഡിയോ അല്ലെങ്കിൽ ജനറൽ കൗൺസിലാണ് അവിടെ പൊതുവെ. ജനറൽ ബോഡി ഇമ്പോസിബിളാണ്. കാരണം 7000 തൊഴിലാളികളെയും കൂടെ നിർത്തി മാത്രമേ ഒരു ജനറൽ ബോഡി ഫെഫ്കയ്ക്ക് സംഘടിക്കാൻ പറ്റൂ. അത് ജനറൽ കൗൺസിലാണ്. അപ്പോൾ ജനറൽ കൗൺസിലിലും ഞാൻ മെമ്പറല്ല. അതുകൊണ്ട് തന്നെ ജനറൽ കൗൺസിലിൽ എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയില്ല. അതിൻ്റെ ഭാരവാഹികൾ പറയേണ്ട ഉത്തരമാണ്. പക്ഷേ അതിനോട് ഒപ്പം ചേർക്കേണ്ട ആഷിഖ് അബു പറഞ്ഞ കമൻറ്റും ഫെഫ്കയെക്കുറിച്ച് കമൻറ്റും പറഞ്ഞു. ആഷിഖ് അബുവിനെതിരെ തിരിച്ചു പറഞ്ഞത് ഇയാൾ ഇന്ന ഗ്യാങ്ങുകളിലുള്ളതാണ്. എന്നിട്ട് ആഷിഖ് അബു അവസാനം പറഞ്ഞു, ഞാൻ ഒരു മട്ടാഞ്ചേരി ഗ്യാങ്ങിൽ നിന്നുള്ള ഒരാളല്ല, ഇല്ലെങ്കിൽ ഡ്രഗ് ഗ്യാങ്ങിൽ ഞങ്ങളെ പെടുത്തരുത് എന്നുള്ള അർത്ഥത്തിൽ റീമയും പിന്നീട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഡ്രഗ് മാഫിയയെക്കുറിച്ചോ ഇല്ലെങ്കിൽ ഡ്രഗിൻ്റെ ഒരു സ്വാധീനത്തെക്കുറിച്ചോ മലയാള സിനിമയെക്കുറിച്ച് കുറച്ച് കാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള വെറും ആക്ഷേപങ്ങളാണോ, ഏതെങ്കിലും ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷേപങ്ങളാണോ? ഇതിൻ്റെ ഉള്ളെന്താണ് ശരിക്കും? ഉള്ളിൽ എന്താണ് സംഭവിക്കണേ? നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഇരുന്ന് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഭയങ്കരമായിട്ട് ഡ്രഗ്സ് ഇതിനുള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളത് നിർമ്മാതാക്കൾ പൊതുവേ ഒരു പരാതിയായി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അതിനെതിരെ രംഗത്തിറങ്ങാത്തത് അവർക്ക് അവരുടെ സിനിമകൾ വിൽക്കണം, സിനിമ നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഒരു ഗൗരവമായിട്ട് പലപ്പോഴും പലരും എടുക്കാത്തതിൻ്റെ ഒരു ഭവിഷ്യത്ത് തന്നെയാണ്. അത് ഉണ്ട് എന്നുള്ളതിൽ 100% അത് ഉള്ള കാര്യം തന്നെയാണ്. അതില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമെന്ന്.